ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം. എല്ലാവരെയും ഭഗവാനിൽ അർപ്പിക്കുന്നു. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. നമ്മൾ ദശകം 55 നാരായണീയം കാളിയമർദ്ദനം ഇതിൻ്റെ തുടർച്ചയാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വായിച്ചത് 3-ാം ശ്ലോകത്തിൽ ഭഗവാൻ ത്രിലോകങ്ങളുടെയും ഭാരമേന്തുന്ന ഭഗവാന്റെ താങ്ങാനാവാത്ത ഭാരം കൊണ്ട് കാളിന്തി നദിയിൽ എടുത്ത് ചാടിയല്ലോ. അപ്പോൾ ആ ഭാരം കൊണ്ട് ശോഭിച്ച് വശയായ കാളിന്തി നദി വലിയ ശബ്ദത്തോടുകൂടി പെട്ടെന്ന് പൊങ്ങി 100 വിൽപ്പാട് അകലം വരെ ഈ വെള്ളത്തിലാഴ്ത്തി. അവിടെ എല്ലാം അങ്ങനെ അത്രമാത്രം ഊക്കായിരുന്നു ഭഗവാന്റെ ചാട്ടം. എന്നുവെച്ചാൽ ഈ ത്രിലോകങ്ങളെല്ലാം ഭാരം ചുമക്കണമെങ്കിൽ ഭഗവാൻ ഇത്രമാത്രം ഭാരം ഉണ്ടായാൽ പറ്റും. അത് ആ ചാട്ടത്തിൽ അത്രയും ഊക്കുള്ളതിൻ്റെ പേരിലാണ്, ഭാരം ചെന്ന് വീണതുകൊണ്ടാണ് ഈ വെള്ളം സർവ്വസ്ഥലത്തേക്കും പോയി ശോഭിച്ച്. നമുക്കത് ഇനി 4-ാമത്തെ ശ്ലോകം വായിക്കാം. ശ്ലോകം 4. അഥ ദിക്ഷു വിദിക്ഷു പരിക്ഷുഭിത ഭ്രമിതോദരവാരി നിനാദഭരേ ഉദഗാദുദഗാദുരഗാധിപതി ത്വതുപാന്തം അശാന്തരുഷാന്തമന. അഥ ദിക്ഷു വിദിക്ഷു പരിക്ഷുഭിത ഭ്രമിതോദരവാരി നിനാദഭരേ ഉദഗാദുദഗാദുരഗാധിപതി ത്വതുപാന്തം അശാന്തരുഷാന്തമന. ഭഗവാൻ നാരായണൻ കാളിന്തിയിലേക്ക് ചാടിയപ്പോൾ ദിക്കുകളിലും വിതുക്കുകളിലും ക്ഷോഭത്താൽ ഇളകി മറിഞ്ഞ് വട്ടം കറങ്ങുന്ന ജലത്താലുള്ള ആ ശബ്ദം കേട്ട കാളിയൻ ജല അന്തർഭാഗത്ത് നിന്ന് പൊങ്ങി ഭഗവാന്റെ അടുത്തേക്ക് വന്നു. ഈ കാളിന്തിയുടെ നാനാ ദിക്കുകളിലേക്കും വിതുക്കുകളിലും, അതായത് ദിക്ഷു വിദിക്ഷു എന്ന് പറയുന്നത്. അപ്പം യഥാർത്ഥത്തിൽ എങ്ങോട്ടൊന്നുണ്ടോ വെള്ളത്തിന്? അവിടെ ദിക്ക് ഏതാണെന്നോ വിതുക്ക് ഏതാണെന്നോ ഒന്നുമില്ല. സർവ്വ സ്ഥലത്തോട്ടും ഈ വെള്ളം കുതിച്ച് മുമ്പോട്ട് എല്ലായിടും അങ്ങ് പോയി. കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും വടക്കോട്ടും തെക്കോട്ടും എന്ന് വേണ്ട, അതിൻ്റെ ഓപ്പോസിറ്റും വെച്ചാൽ അതിൻ്റെ കോണോട് കോണും എല്ലാ സ്ഥലത്തേക്കും തന്നെ ഇത് വ്യാപിച്ചു. ഈ പരന്നു വെള്ളം അത്രമാത്രം ഭാരമായിരുന്നു ഭഗവാന്റെ ചാട്ടത്തിന്. അതാണ് അപ്പോഴെന്ത് വന്നു? ഈ ശോഭത്താൽ ഇളകി മറിഞ്ഞ് വട്ടം കറങ്ങുന്ന ജലത്താലുള്ള ആ ശബ്ദം, വീടുന്ന ശബ്ദമുണ്ട്. അത് മേലോട്ട് പൊങ്ങിയൊക്കെ വീണ്ടും വന്ന് തെറിച്ച് ഈ ജലത്തിലോട്ട് വന്നൊക്കെ വീഴും, സർവ്വഭൂമിയിലോട്ടും പോകും. ഇതെല്ലാം കൂടെ കേട്ടപ്പോൾ കാളിയന് എന്താന്ന് മനസ്സിലായില്ല. കാളിയൻ ആ ശബ്ദം കേട്ടപ്പോൾ ജല അന്തർഭാഗത്ത് ജലത്തിൻ്റെ അടിയിൽ നിന്ന് പൊങ്ങി ഇതെന്താണെന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ വരുക ഭഗവാനത്തേക്ക് വന്നു. നമുക്ക് 5-ാം ശ്ലോകം വായിക്കാം. ശ്ലോകം 5. ഫണശൃംഗസഹസ്രവിനിസൃമര ജ്വലദഗ്നിഗണോഗ്രവിഷാംബുധരം പുരദഭണിനം സമലോകയഥാ ബഹു ശൃംഗിണം അഞ്ജനശൈലമിവ. ഫണശൃംഗസഹസ്രവിനിസൃമര ജ്വലദഗ്നിഗണോഗ്രവിഷാംബുധരം പുരദഭണിനം സമലോകയഥാ ബഹു ശൃംഗിണം അഞ്ജനശൈലമിവ. സഹസ്രഭണങ്ങളിൽ കൂടി തീപ്പൊരി ചിതറും കണക്കേ ഭഗവാന്റെ മുമ്പിലേക്ക് വന്നല്ലോ കാളിയൻ. അപ്പോഴെന്താ ഭഗവാൻ കാണുന്നത്? മുന്നിൽ ഈ 1000 തല ഭണമുണ്ട്. ആ സഹസ്രം 1000 ഭണങ്ങളിൽ കൂടി തീപ്പൊരി ചിതറും കണക്കേ എന്താ പോകുന്നത്? വിഷജലം. വിഷജലം വെച്ചാൽ അതാ കാളിയൻ്റെ ഓരോ തലയിലും ഉണ്ടല്ലോ ജലം, വിഷം. അതിങ്ങനെ അതിൻ്റെ ദേഷ്യവും ഈ വെള്ളത്തിന് മാത്രമാണോ ശോഭം? ഈ കാളിയനും അതുപോലെ തന്നെ ദേഷ്യം ഉണ്ടായി. ഭഗവാൻ എത്രമാത്രം അഗാധ ഭാരമുണ്ടായോ അതുപോലെ അത്രയും ഈ കാളിയനകത്ത് എത്രമാത്രം കാളിയൻ്റിലുണ്ട്. അതെല്ലാം കൂടെ ഈ 1000 തലയിൽ നിന്നും കൂടെ ചീറ്റുവാണ്. എന്താ ഈ സംഭവം? ഇത് ആരായി നിൽക്കുന്നേ? ഇതൊക്കെ ഭ്രമിച്ചും കൊണ്ടിങ്ങനെ കാളിയൻ വിഷജലം ചീറ്റുന്ന കാളിയനെ അനേക കൊടുമുടികളോടുകൂടിയ അഞ്ജന പർവ്വതം പോലെ ഭഗവാൻ മുന്നിൽ കണ്ടു. ഓരോരോ കൊടുമുടി പോലെ ഈ വിഷം ചീറ്റുമ്പോൾ ഭഗവാന് തോന്നിയെന്തോ ഇത് 1000 കൊടുമുടികളാണെന്ന്. കൊടുമുടി അഞ്ജന പർവ്വതം പോലെ ഭഗവാൻ മുമ്പിൽ കാണുന്ന കാളിയനെ ഇങ്ങനെ കാണുന്നത്. അപ്പോൾ കാളിയനും ഒട്ടും മോശമൊന്നുമില്ല, അതിഭയങ്കരമായ ദേഷ്യമാണ് ഉള്ളിൽ നിന്ന് വരുന്നത്. ഭഗവാന്റെ ഭാരം പോലെ അങ്ങാടെ, അതായത് ഈ കാളിയന് വിഷത്തിനും ഉണ്ട് കടുപ്പം. എല്ലാം കൂടെ ഉള്ളിലിരിക്കുന്ന എല്ലാം കൂടെ അങ്ങ് ചീറ്റുക എല്ലാ തലയിൽ കൂടി.
അങ്ങനെയാണ് ഭഗവാൻ കണ്ടുകൊണ്ട് നിൽക്കുന്ന മുന്നിൽ. നമുക്ക് 6ാമത്തെ ശ്ലോകം എന്താണെന്ന് നോക്കാം. ശ്ലോകം 6. ജ്വലദക്ഷി പരിഷരദുഗ്രവിഷ ശ്വസനോഷ്മഭരസമഹാഭുജഗ പരിദശ്യ ഭവന്തം അനന്തബലം സമവേഷ്ടയതസ്ഫുടചേഷ്ടമഹോ. ജ്വലദക്ഷി പരിഷരദുഗ്രവിഷ ശ്വസനോഷ്മഭരസമഹാഭുജഗ പരിദശ്യ ഭവന്തം അനന്തബലം സമവേഷ്ടയതസ്ഫുടചേഷ്ടമഹോ. ജ്വലദക്ഷി പരിഷരദുഗ്രവിഷ ശ്വസനോഷ്മഭരസമഹാഭുജഗ പരിദശ്യ ഭവന്തം അനന്തബലം സമവേഷ്ടതസ്ഫുടചേഷ്ടമഹോ. ഇവിടെ ഭഗവാൻ കാണുന്നത് കത്തി ജ്വലിക്കുന്ന കണ്ണുകളുള്ളവനും ഭയങ്കരമായ വിഷം വമിപ്പിക്കുന്നവനുമായ കാളിയൻ എന്ന മഹാസർപ്പം അനന്തബലശാലിയായ ഭഗവാനെ കടിച്ച് കടിച്ച് വരിഞ്ഞു ചുറ്റി. നമുക്കറിയാം, സാധാരണ ഒരു പാമ്പിൻ്റെ അടുത്ത് ചെന്നാൽ അതിന് തീറ്റയാണെന്ന് കരുതിയാലും അതിനെ ആദ്യം അതിനിട്ട് ചുറ്റിക്കെട്ടും. പിന്നെ അങ്ങനെ ആണ് ആ പാമ്പിൻ്റെ ഒരു സ്വഭാവം. നമ്മൾ കാണുന്നില്ലേ ഈ TV ഇതിലെ കൂടെയൊക്കെ, മൊബൈലിൽ കൂടെയൊക്കെ. അപ്പോൾ അതുപോലെ ഇവിടെ എന്ത് വന്നു, ഭഗവാനെ ചുറ്റി വരിഞ്ഞു, ഇഷ്ടംപോലെ കടിയും കിട്ടി. കത്തി ജ്വലിക്കുന്ന കണ്ണുകൾ ഉള്ളവനായ ഈ ഭയങ്കര വിഷമാണ് ഈ ഭയങ്കരമായ ഈ വിഷം വമിപ്പിക്കുന്ന, കാരണം എല്ലാ തലയിൽ നിന്നും ചീറ്റുവാണ്. അങ്ങനെ വമിപ്പിക്കുന്നവനുമായ കാളിയൻ എന്ന മഹാസർപ്പം അനന്തബലശാലിയായ ഭഗവാനെ കടിച്ച് കടിച്ച് വരിഞ്ഞു ചുറ്റി. എന്തൊരാശ്ചര്യം! എന്താ ആശ്ചര്യം വരാൻ കാരണം? ഭഗവാൻ വിചാരിച്ചാൽ എന്താ നടക്കാത്തത്? ഇതിനേക്കാൾ വലിയ വിഷമല്ലയോ പൂതനെയൊക്കെ എന്താ ചെയ്തത്, അതും പൊടി കുഞ്ഞായിരുന്ന സമയത്ത്. അപ്പോൾ നമുക്കറിയാം, വേണമെന്ന് വെച്ചാൽ എന്തും ഭഗവാന് സാധിക്കും, അസാധ്യവും സാധ്യമാകും. പക്ഷേ ഇവിടെ എന്ത് വന്നു? അന്തമില്ലാത്തത്ര ശക്തിശാലിയായ ഭഗവാൻ ഒരു സർപ്പത്തിനെ താൽക്കാലികമായി കീഴടങ്ങിയതാണ് ആശ്ചര്യം. അതെന്താണ് താൽക്കാലികമായി ഇവിടെ അടങ്ങിയുള്ളു? ഭഗവാൻ അയാളുടെ ആ വിഷം ഏറിയ പാമ്പിനെ താഴേക്ക് ഒന്ന് ക്ഷമിച്ചു കൊടുത്തു, അല്പം ഒന്ന് കീഴടങ്ങി ഭഗവാൻ. അന്തമില്ലാത്തത്ര ശക്തിശാലിയായ ഭഗവാനാണ്. കാരണം എന്തെല്ലാം വന്നാലും പെരുമ്പാമ്പായി വന്നില്ലേ, എന്നിട്ട് പോലും അവിടെ എന്തായി? അവിടെയും അതിൻ്റെ വായ്ക്കകത്തിരുന്നു കൊണ്ട് ഭഗവാൻ വലുതായിട്ട് വീർപ്പ് മുട്ടിച്ച് കഴുത്ത് പൊട്ടി ഗോപന്മാരും പശുക്കളെല്ലാം അതിൽ കൂടെ ഇറങ്ങി വന്ന് ഭഗവാൻ അവനെ വധിച്ചു. എന്നിട്ട് ഇവിടെ ഇത് ആണോ വിചാരിച്ചാൽ ഭഗവാൻ എന്ത് സാധിക്കും? അത്ര അന്തമില്ലാത്തത്ര ശക്തിശാലിയാണ് ഭഗവാൻ. ഒരു സർപ്പത്തിന് താൽക്കാലികമായി കീഴടങ്ങിയ ആശ്ചര്യം എന്താ? ഭഗവാൻ വിചാരിച്ചാൽ ക്ഷണം കൊണ്ട് കാര്യം സാധിക്കാം. എന്നാൽ അങ്ങനെ ചെയ്യാതെ അവൻ്റെ അഹങ്കാരം ശമിപ്പിച്ച് അവനെ കീഴടക്കി നല്ലവനാക്കി ഭക്തനാക്കാനുള്ള ശ്രമത്തിലാണ് തൽക്കാലം കീഴടങ്ങി. നമുക്ക് മനസ്സിലാക്കാം, ഇതുപോലെ ഒരുപാട് ജനങ്ങളെ തന്നെ ഭഗവാൻ കീഴടക്കുന്നുണ്ട്. പെട്ടെന്ന് കൊല്ലത്തില്ല. ചില ദുഷ്ടന്മാരെ പതുക്കെ പതുക്കെ ഭഗവാന്റെ ഓരോരോ ശിക്ഷകൾ കൊടുക്കും. ആദ്യം ഒരു രോഗം വയ്ക്കും, പിന്നെ ആ രോഗത്തിൽ നിന്ന് അതിലും കേൾക്കത്തില്ല, കൊച്ചടി കൊടുത്തിട്ട്, അത് കൊച്ചടി എന്ന് പറയുന്നത് എന്താണ്? അതിൽ നിന്ന് കേൾക്കുമെങ്കിൽ ഒരു ചെറിയ രോഗം, അതിലും കേൾക്കത്തില്ല ഇച്ചിരി വലിയ അടി. അപ്പോൾ അന്നേരം എന്ത് ചെയ്യും? അതിലും കേൾക്കത്തില്ല, ദുഷ്ടന്മാരങ്ങനെയാണ്. അപ്പോൾ എന്തു ചെയ്യും? ഭഗവാൻ വലിയ അടി കൊടുക്കും. അപ്പോൾ ഒരു ഷുഗർ എന്നൊരാൾക്ക് പിടിക്കുന്നു. എല്ലാവർക്കും ഷുഗറുണ്ട് മക്കളെ, ലോകത്ത് എല്ലാവർക്കും, എനിക്കും ഒക്കെ ലോകത്ത് എനിക്ക് ഷുഗർ താഴേക്കാണ്. പക്ഷേ എന്നാലോ ഇതിൽ ചിലർക്ക് മാത്രം ഈ ഷുഗറും കൊണ്ട് നമുക്ക് ഓരോ രോഗങ്ങൾ വരുന്ന ഭഗവാനെ അറിയാൻ തന്നെയാണ്. ഈശ്വരനെ അറിയാൻ ഒരു കാരണം, ഒരു നിമിത്തം ഉണ്ടാക്കുന്നത്രേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മൾ അറിയാതെ കടന്നു പോകും. ഈശ്വര എന്ന് വിളിക്കണമെങ്കിൽ നമ്മളൊന്ന് വീഴുമ്പോൾ ദൈവമേ എന്നൊന്ന് വിളിക്കും. അന്ന് പറഞ്ഞതുപോലെ എല്ലാവർക്കും ഉണ്ട്, ഇത് സ്വാഭാവികം നമ്മുടെ ശരീരത്തിനുള്ളത് തന്നെയാണ്. പക്ഷേ ഇതിൽ നിന്നെല്ലാം ചിലർ കയറാൻ വയ്യാതെ അതിൽ നിന്ന് ഒരുപാട് താഴേക്ക് പോകും. ആദ്യം ഷുഗർ വന്നിട്ട് പിന്നെ വേണ്ടാത്ത കാര്യങ്ങൾ അതിൽ കൂടെ വരും. എങ്ങനെ വരും? അവസാനം കാലും കൈയും വിരലും ഒക്കെ മുറിക്കും. അങ്ങനെ അങ്ങേ അറ്റം ആക്കിയെടുത്ത് ശിക്ഷ കൊടുത്ത് അല്പമെങ്കിലും ഒന്ന് ആശ്വാസം കൊടുപ്പിക്കുക. എങ്ങനെയാണ്? അല്പം ദൈവത്തെ വിളിക്കാൻ വേണ്ടി. ചില ദുഷ്ടന്മാർ എന്തെല്ലാം വന്നാലും ദൈവമേ എന്ന് പറയത്തില്ല. അങ്ങനെയുള്ളവരെ ഒന്ന് പറയിപ്പിച്ചിട്ടേ ഭഗവാൻ അടങ്ങത്തുള്ളൂ. അത് ദൈവത്തിൻ്റെ ഒരു നിർബന്ധമായ കാര്യമാണ്. അതുപോലെ ഭഗവാൻ ഇവിടെ എന്ത് വന്നു? ഇദ്ദേഹത്തിൻ്റെ ഈ വിഷമൊക്കെ ഒന്ന് ശമിക്കട്ടെ, അഹങ്കാരം ഒന്ന് പോക്കിയിട്ട് ഒന്ന് നന്നാക്കി എടുക്കാം എന്ന് ഭഗവാൻ കരുതി. ചിലരോട് അങ്ങനെ ഒരു സ്നേഹമുണ്ട് ഭഗവാന്. എന്നുവെച്ചാൽ അല്പമെങ്കിലും അടുത്തൊരു ജന്മം വരുമ്പോഴെങ്കിലും ഒന്നുകൂടെ നന്നാക്കണ്ടേ, അതിനിപ്പോൾ ഒരു ചുവട് ഇട്ട് കൊടുക്കണ്ടേ, അതിനു വേണ്ടിയാണ് ഇങ്ങനെ ശിക്ഷകൾ കൊടുക്കുന്നത്. എല്ലാവർക്കും എനിക്കും എല്ലാവർക്കും ശിക്ഷയുണ്ട്. ഞാൻ താണ്ട ഇപ്പോൾ വാദത്താൽ ഇങ്ങനെ കിടക്കുമല്ലോ, എന്നാലും ദൈവം എന്ത് വരും? അതിൽ കൂടെ നമ്മളെ നടത്തിക്കൊണ്ട് പോകും.
ഭഗവാനെ അറിഞ്ഞാൽ. ഇല്ലെങ്കിൽ അതിനെ എണ്ണയിട്ട് വലച്ച് പിന്നെ നമുക്ക് ശരീരമല്ലേ, പോകാൻ സമയത്ത് എന്തെങ്കിലുമൊക്കെ രോഗങ്ങൾ വന്ന് ശരീരം നശിച്ചു പോകണ്ടേ, അല്ലെ ജീവൻ പോകത്തില്ലല്ലോ. അതിനു വേണ്ടി നമുക്ക് ഒടുക്കാം. അങ്ങനെ ഇത് ചെറുപ്പകാലത്തേ ഇങ്ങനെ വലിയ വലിയ ഇപ്പം എനിക്ക് 30 വയസ്സ് തൊട്ട് തുടങ്ങിയ അസുഖമാണ്. ഞാനിപ്പോൾ തളർന്നും തിരിഞ്ഞും വലഞ്ഞും അങ്ങോട്ടും ഇങ്ങോട്ടും കോടി മാഞ്ഞും കിടക്കേണ്ട 70ാമത്തെ വയസ്സ് കഴിഞ്ഞു. പക്ഷേ എന്താ, ഈശ്വരനോട് അഭയം ഉള്ളതുകൊണ്ട് ഇങ്ങനെ നടന്നു പോകുന്നു. അത് മക്കളെല്ലാവരും മനസ്സിലാക്കണം. നമ്മൾ അതിലും ഇതിലും കേട്ടില്ല എന്നുണ്ടെങ്കിൽ ഭഗവാൻ വലിയ വലിയ അടികൾ തരും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അനുസരിക്കുന്നതാണ് നല്ലത്. കാളിയനോട് ഞാൻ പറയുന്നതാണ്. അപ്പോൾ ഈ കാളിയൻ അപ്പോൾ എന്ത് വന്നു, അങ്ങനെ ഭഗവാൻ അവിടെ ആ കാളിയനങ്ങ് കീഴടങ്ങിയിട്ട് അഹങ്കാരം ശമിപ്പിക്കാൻ അവനെ കീഴടക്കി നല്ലവനാക്കി ഭക്തനാക്കാനുള്ള ശ്രമത്തിലാണ് ഭഗവാൻ കീഴടങ്ങിയത്. ഒരു ഭക്തനാക്കണം, അതാണ് ഭഗവാൻ നോക്കിയത്. എല്ലാവരെയും ഇങ്ങനെ തന്നെയാണ്. പക്ഷേ ചില ഭക്തന്മാർ ചെറിയ ചെറിയ അടി കൊള്ളുമ്പോഴേ നന്നാവും, പിന്നെ അവർക്ക് വലിയ അടിയുടെ ആവശ്യമില്ല. ഈ പിന്നെ എന്താ പറയുക, ഈ കാളിന് വലിയ അഹങ്കാരം ഉണ്ടെങ്കിൽ വലുതായിട്ട് ശിക്ഷ കൊടുത്തല്ലേ പറ്റൂ. അതുകൊണ്ട് ഭഗവാൻ ആദ്യം കുറച്ച് കടിയൊക്കെ ഏൽക്കും. പക്ഷേ ഭഗവാൻ അതിലൊന്നും ഒന്നുമില്ല. അല്ലെങ്കിൽ തന്നെ നിർവികാരനായ ഭഗവാന് സർപ്പം കടിച്ചാൽ എന്താ സംഭവിക്കാനാണ്? ഭഗവാന് വികാരമില്ലാത്തവനാണ്, നിർവികാരനാണ്. അതുകൊണ്ട് ഭഗവാൻ അവിടെ ആ കാളിയൻ്റെ കടിയൊക്കെ കൊണ്ട് കാളിന് ചുറ്റി വരുന്നൊക്കെ നിർത്തി. പക്ഷേ നന്നായി ഭഗവാൻ അതിനെ നന്നാക്കി എടുക്കാനുള്ളൊരു ശ്രമമാണ്. നമുക്ക് എല്ലാവർക്കും ഇത് മനസ്സിലാക്കണം. നമുക്കും ഇതുപോലെ നമ്മളിൽ കാളിയൻ, അതായത് നമ്മളിൽ അഹങ്കാരം, നമ്മളിൽ വിഷമുണ്ടെങ്കിൽ, നമ്മുടെ ഹൃദയം ശുദ്ധമല്ലെങ്കിൽ, എത്ര അടി കൊണ്ടാലും നന്നാവത്തില്ലെങ്കിൽ ഭഗവാൻ നന്നാക്കി എടുക്കുന്നൊരു സ്വഭാവം കണ്ണനുണ്ട്, കൃഷ്ണനുണ്ട്. എല്ലാവർക്കും നമസ്കാരം. അതുകൊണ്ട് നമ്മൾ എന്ത് വേണം? തുടക്കത്തിലേ ഭഗവാനെ വിളിച്ചോണം, അസുഖം വരുന്നതിന് മുമ്പേ വിളിച്ചോണം. അല്ലെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ അടികൾ തരുന്നതാണ് ഈ അസുഖങ്ങൾ നമ്മുടെ ശരീരത്തിൽ തന്നേ പറ്റൂ. നമ്മൾ മനുഷ്യ ജന്മമല്ലേ, നമുക്ക് ഇങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അല്പം ഇതൊക്കെ നമുക്ക് വന്ന് സംഭവിച്ചുകൊണ്ടിരിക്കും. അതിൽ നമ്മൾ നന്നായാൽ അത്രയും ഭാഗ്യം ഇല്ലയോ. ഭഗവാൻ പിന്നെ ഒരു ചെറിയ അടിക്ക് ഒരു വലിയ അടി തരും. ഇത് ഈശ്വരൻ്റെ, ഞാനത് യഥാർത്ഥ സത്യാവസ്ഥ മക്കൾക്ക് പറഞ്ഞു തന്നതേ ഉള്ളൂ. എല്ലാ മക്കളും നന്നായി വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് ഇതൊക്കെ പറഞ്ഞു തരുന്നു. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.